ഇപ്പോൾ ദിലീപ് ഫാൻസ് കോടതിക്ക് പുറമെ മധുരം വിതരണം ചെയ്യുകയാണ്. ഈ ഒരു പെൺകുട്ടി ഈ അതിഹീനമായി കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ആക്രമിക്കപ്പെട്ട ആ നിമിഷത്തെ, ആ വേദനയെ മറികടക്കാൻ ഈ ലഡു വിതരണത്തിന്, ഈ മധുര വിതരണത്തിന്, ഈ പടകമുട്ടിക്കലിന് കഴിയുമോ? ഇങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തെ പരിഹരിക്കേണ്ടതുണ്ടോ എന്ന് ഈ ഫാൻസ് കൂടി ആലോചിക്കുന്നത് നന്നാകും. അല്ല, സാധാരണഗതിയിൽ നോക്കൂ, KSRTC ബസ്സിൽ പെൺകുട്ടികൾക്കെതിരെ അധിക്ഷേപം നടത്തുന്ന ആളുകൾ ജയിലിൽ പോയി തിരികെ വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നത് കണ്ടവരാണ് മലയാളികൾ. അപ്പോൾ ആ മാലയാണ് ഈ പറയുന്നത് പോലെ ഈ പ്രതികൾക്കൊക്കെ ഈ മധുരം പങ്കുവയ്ക്കാൻ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരടക്കം കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. ഈ എന്തായാലേ സത്യമാരന്മാർ എന്ത് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്? ഒരു കോടതി വിധിയല്ലേ ഒന്നില്ലെങ്കിൽ? കോടതി വിധിച്ചു, അതും 8 വർഷം. 8 വർഷം ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട്, 8 വർഷം ചെറിയൊരു സമയമൊന്നുമല്ല. ഈ 8 വർഷം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളെല്ലാം ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് സംഭവം ശരിയാണ്, ദിലീപിനെതിരെ പറഞ്ഞാലാണ് നാളെ ആൾ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ളൊരു പരിപാടി ഉണ്ട്. പക്ഷേ അങ്ങേർക്കെതിരെ തെളിവുകളില്ല. അപ്പോൾ പിന്നെ കോടതിയെ കുറ്റം പറയാൻ പറ്റുമോ? ഈ മാധ്യമത്തിലാണ് കോടതിയിൽ കുറ്റം പറയാൻ പറ്റുന്നില്ല. അവർക്കിപ്പോൾ കുറ്റം പറയാനായിട്ട് കുറച്ച് ഫാൻസ് അല്ലെങ്കിൽ ആൾക്കാർ ലഡു കൊടുത്തു. അതിപ്പോൾ ഇവരുടെ വീട്ടിലാരെങ്കിലും, ഈ പറഞ്ഞ പെണ്ണുമ്പിള്ളയുടെ അമ്മാവനാണെങ്കിൽ പോയി പെട്ടതെങ്കിൽ സന്തോഷത്തിൻ്റെ പുറത്ത് ലഡു കൊടുക്കില്ലേ? അതിൻ്റെ അർത്ഥം അതിജീവിതയ്ക്കൊപ്പമല്ല, അല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടിയില്ല എന്നെങ്ങാനും ആണോ? അല്ലല്ലോ. ഇത് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ രക്ഷപ്പെട്ടെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇവർ ചെയ്യുന്നത്. ഈ മാധ്യമങ്ങളുടെ പോക്കെങ്ങോടാന്നുള്ളതാണ്. ഇപ്പോൾ വന്ന് കുറ്റം മൊത്തം നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഫാൻസിന്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ കോടതി വിധിയാണിത്, ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും ഇത് ചെയ്തത് ദിലീപ് തന്നെയാണ്. ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. അല്ല എന്നാണ് കോടതി വിധിച്ചത്. സോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിന് ലഡു കൊടുത്തവന് കുറ്റം. അപ്പോൾ എല്ലാ കാലവും അതിജീവിതയ്ക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും നല്ല ആൾക്കാരാവും? ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മാധ്യമങ്ങളെയാണ് പിടിച്ചു കെട്ടേണ്ടത്. വൃത്തികെട്ട ജന്മങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വൃത്തികെട്ട ജന്മങ്ങൾ. എങ്ങനെ കാശുണ്ടാക്കാം എന്ന് മാത്രം വിചാരിച്ച് നടക്കുന്നവർ.